നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മരണം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ നിപ്പയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തെല്ലാം മുൻകരുതലുകൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് കേരള 1 ഹെൽത്ത് സെൻറ്റർ ഫോർ നിപ്പയുടെ നോഡൽ ഓഫീസർ ഡോക്ടർ TS അനീഷാണ്. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ കൂടിയാണ് ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. നിപ്പ വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനമായും നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൽ? നിപ്പ വരാനുള്ള സാഹചര്യം അല്ലെങ്കിൽ വരാനുള്ള സാധ്യതകളാണ് പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ടത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിപ്പ വന്നിട്ടുള്ളത് ആശുപത്രികളിൽ നിന്നാണ്. അതായത് വവ്വാലിൽ നിന്നല്ല, ആശുപത്രികളിൽ നിന്നാണ്. നിപ്പ രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സമയത്ത് അവിടെയുള്ള ഡോക്ടർമാര്, നഴ്സുമാര്, മറ്റു രോഗികൾ, അതോടൊപ്പം തന്നെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ, കൂടുതലും മറ്റു രോഗികളും രോഗികളുടെ കൂട്ടിരിപ്പുകാരുമാണ്. അത് കഴിഞ്ഞാൽ നഴ്സുമാരാണ്. കേരളത്തിൽ ഡോക്ടർമാർക്ക് പൊതുവിൽ നിപ്പ ഇതുവരെ വന്നിട്ടില്ല. ഒരു 70% നിപ്പ കേസുകളും കേരളത്തിൽ ആശുപത്രികളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ നിപ്പ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് നിപ്പ സീസൺ എന്ന് നമ്മൾ പറയുന്ന ഏതാണ്ട് ഒരു ഏപ്രിൽ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള സമയത്ത് വലിയ ആശുപത്രികൾ പ്രത്യേകിച്ചും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിപ്പ രോഗിയെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആശുപത്രികളായിരിക്കുന്ന സമയത്ത് മാസ്ക് വയ്ക്കുകയും കൃത്യമായിട്ടുള്ള ശുചിത്വ മാർഗങ്ങൾ ശീലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിപ്പ ഈ പറഞ്ഞ പോലെ പ്രകൃതിയിൽ നിന്ന് തന്നെ വരാം. പ്രകൃതിയിൽ നിന്ന് വരുമ്പോൾ അത് വവ്വാലുകളിൽ നിന്ന് നേരിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വവ്വാലുകളുടെ കാഷ്ടം ശരീരത്തിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ വവ്വാല് കടിച്ച പഴങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലോ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം. ഇപ്പം വവ്വാലോ അല്ലെങ്കിൽ പക്ഷികളുടെ കാഷ്ടമൊക്കെ ദേഹത്ത് വീഴുകയാണെങ്കിൽ ഉടൻ തന്നെ ആ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി കളയുക. അതോടൊപ്പം പഴങ്ങൾ, വീണ് കിടക്കുന്ന പഴങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ, വീണ് കിടക്കുന്ന പഴങ്ങൾ അതിനകത്ത് കടിയൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉപയോഗിക്കുക. അതേസമയം മറ്റു പക്ഷികളോ മറ്റു വവ്വാലുകളോ ഒക്കെ കടിച്ചിട്ടുള്ള പഴങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. മറ്റൊന്ന്, ഈ തലച്ചോറിനെ ബാധിക്കുന്ന പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, തലച്ചോറിനെ ബാധിക്കുന്ന പനി എന്ന് പറയുമ്പോൾ പനിയോടുകൂടി ശക്തമായിട്ടുള്ള തലവേദന വരിക, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ഇതൊക്കെയാണ് തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ലക്ഷണം. അത്തരത്തിലുള്ള പനികൾ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം തന്നെ, അത് നിപ്പ ആകണം എന്നൊന്നുമില്ല, പക്ഷെ എങ്കിലും ആദ്യം തന്നെ നമ്മൾ ആശുപത്രിയിലേക്ക് ആ രോഗിയെ കൊണ്ടുപോവുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചിലപ്പോഴൊക്കെ നിപ്പ രോഗം മറ്റു മൃഗങ്ങളിലൂടെ വരാം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ കാരണമറിയാത്ത കാരണത്താൽ ചത്തു കിടക്കുന്ന മറ്റ് ജീവികൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തീരെ വയ്യാതെ കിടക്കുന്ന വളർത്തു മൃഗങ്ങൾ, ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യുറകളും മാസ്കും ഉപയോഗിക്കുക. കൈകാര്യം ചെയ്തതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകുക. ഈ തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോ പേവിഷബാധയെ പ്രതിരോധിക്കുന്നതിനും വളർത്തുമൃഗങ്ങൾ, ഈ വയ്യാതെ കിടക്കുന്ന വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ആശുപത്രിയിൽ എടുക്കുന്ന ശ്രദ്ധ, അതോടൊപ്പം തന്നെ പഴങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഈ വവ്വാലുകളുടെ വിസർജ്യം തുടങ്ങിയത് ദേഹത്ത് വീണു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശ്രദ്ധ, മറ്റു മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ശ്രദ്ധ, വീട്ടിലാർക്കെങ്കിലും പനിയോടുകൂടി, ശക്തമായ പനിയോടുകൂടി ഈ പറയുന്ന തലച്ചോറിനെ ബാധിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ അവരെ ഉടനടി ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ നിപ്പ വരാനുള്ള കാരണങ്ങൾ അത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യം ഡോക്ടർ ഇപ്പോൾ കുറച്ച് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് വരാനുള്ളൊരു കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരത്തിലാണ് നമുക്ക് നിപ്പ കിട്ടാനുള്ള സാധ്യതയുള്ളത്. അതോടൊപ്പം ഒരു പ്രദേശത്ത് നിപ്പ പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യങ്ങൾ പല കാര്യങ്ങളെ മുൻനിർത്തിയാണ് നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിപ്പയ്ക്ക് ഒരു പ്രത്യേക സീസൺ ഉണ്ട്. അത് പ്രധാനമായിട്ടും നമ്മുടെ ഒരു വേനൽ അവധിയോടുകൂടി ആണ് തുടങ്ങുക. വേനൽക്കാലത്ത് തുടങ്ങി മൺസൂൺ കാലത്ത് ഏതാണ്ട് പൂർണ്ണമായിട്ടും എന്നുള്ള രീതിയിലാണ് നിപ്പയുടെ ഒരു സീസൺ. ആ സമയത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്താണ് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ഫലവൃക്ഷങ്ങളും പഴുക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ഈ വവ്വാലുകളുടെ ബ്രീഡിങ്, അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുകയും അത് പ്രഗ്നന്റ് ആവുകയൊക്കെ ചെയ്യുന്ന ഒരു സീസണും കൂടിയാണ്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ചും ഈ വയനാട്, അതോടൊപ്പം തന്നെ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ ഈ ടെറോപ്പസ് ബാറ്റുകൾ, അതായത് നിപ്പ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ വവ്വാലുകളുടെ സാന്നിധ്യം മറ്റ് ജില്ലകളെക്കാൾ വളരെ കൂടുതലുണ്ട്. മലബാർ പ്രദേശത്താണ് തെക്കൻ ജില്ലകളെക്കാൾ കൂടുതൽ ഈ വവ്വാലുകളുടെ സാന്നിധ്യം ഉള്ളത് എന്നുള്ളതുകൊണ്ട് മലബാർ പ്രദേശത്തുള്ള ജില്ലകൾക്ക് കുറച്ചുകൂടെ കൂടുതൽ സാധ്യതയുണ്ട്, ഇത്തരത്തിലുള്ള രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ, നമുക്കറിയാം 2018 നിപ്പ വന്ന സമയത്ത്
കേരളം അതിനെ പ്രതിരോധിച്ചത് വളരെ മാതൃകാപരമായിട്ട് ലോകാരോഗ്യ സംഘടനകളിലടക്കം വളരെ അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനങ്ങളടക്കം നടത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു സാധാരണ നിലയിൽ നിപ്പ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും? ഈ ആരോഗ്യ പ്രവർത്തകരിൽ നിന്നല്ലാതെ നമുക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയുമോ? അത് ഈ പറഞ്ഞതുപോലെ നിപ്പ സവിശേഷമായിട്ടുള്ള പ്രത്യേകതകളുള്ള ഒരു രോഗമാണ്. അതുകൊണ്ടാണ് 2018 നമ്മൾ നിപ്പയെ പിടിച്ചു കിട്ടുന്ന സമയത്ത് നമുക്ക് വളരെ വലിയൊരു അപ്രീസിയേഷൻ ഇന്റർനാഷണൽ ലെവലിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷെ ആ സമയത്ത് നമ്മുടെ നിപ്പയുടെ മരണനിരക്ക് ഏതാണ്ട് 90% തുടർന്നുള്ള നിപ്പ ഔട്ട്ബ്രേക്കുകൾ നമ്മൾ നോക്കുമ്പോൾ നിപ്പയുടെ മരണനിരക്ക് നമുക്ക് കാര്യമായിട്ട് കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. 2023 വന്നിട്ടുള്ള നിപ്പ ഔട്ട്ബ്രേക്കിൽ മരണനിരക്ക് ഏതാണ്ട് ഒരു 33% ഉണ്ടായിരുന്നു. ഈ മരണനിരക്ക് കുറച്ചുകൊണ്ട് വരുന്നത് പ്രധാനമായിട്ടും വളരെ നേരത്തെ തന്നെ രോഗിയെ കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയുന്ന സമയത്താണ്. അപ്പൊ രോഗം നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യത്തെ രോഗിയെ കണ്ടെത്താൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നിപ്പ നമ്മൾ കണ്ടെത്തി ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ രോഗി, കാരണം നിപ്പയുടെ മൊത്തത്തിലുള്ള ഒരു ഡ്യൂറേഷൻ, ഈ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് രോഗം വളരെ തീവ്രമായി ആള് മരണപ്പെട്ടു പോകാൻ എടുക്കുന്ന ഒരു സമയം ഒരു 4-5 ദിവസമേ ഉണ്ടാവുള്ളൂ. അതായത് ആദ്യത്തെ രോഗിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിപ്പയാണെന്ന് കണ്ടെത്തി വരുമ്പോൾ തന്നെ രോഗി വളരെ തീവ്രമായിട്ടുള്ള രോഗാവസ്ഥയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അയാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക വളരെ ശ്രമകരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2019 ഇതിനു മുമ്പ് 2025 തന്നെ നേരത്തെ നമ്മുടെ പെരിന്തൽമണ്ണ ഭാഗത്ത് വളാഞ്ചേരി ഭാഗത്ത് വന്നിട്ടുള്ള രോഗിയൊക്കെ നമ്മൾ രക്ഷിച്ചെടുക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ ആദ്യ രോഗിയെ രക്ഷിച്ചെടുക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ രോഗിയിൽ നിന്നും മറ്റുള്ളവർക്ക് രോഗം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ, ഇപ്പൊ നിപ്പ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമാണ്. പണ്ടത്തെ പോലെ 100% മരണം എന്ന് പറയാൻ കഴിയില്ല. നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഈ പനിയും മറ്റു ലക്ഷണങ്ങളും, പനിയോടുകൂടി ശക്തമായിട്ടുള്ള ശ്വാസം മുട്ടലോ, നേരത്തെ ശ്വാസം മുട്ടൽ ഇല്ലാത്ത ഒരാൾക്ക് പനിയോടുകൂടി ശ്വാസം മുട്ടൽ വരിക, അതിനെ നമ്മൾ ARDS എന്ന് പറയും, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ പനിയോടുകൂടി നേരത്തെ പറഞ്ഞ തലച്ചോറിനെ ബാധിച്ച ലക്ഷണങ്ങൾ, തലച്ചോറിനെ ബാധിക്കുന്ന ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായിട്ടുള്ള തലവേദന, ചെറിയ തലവേദന എപ്പോഴും സാധാരണ പനിയുടെ കൂടെ കാണും. ശക്തമായിട്ടുള്ള തലവേദന, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ചിലപ്പോൾ ജന്നി വരിക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിപ്പ നമ്മൾ സംശയിക്കണം. അത്തരത്തിൽ വേഗത്തിൽ നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ നിപ്പ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ തന്നെ കഴിയും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിപ്പ ഒരു മഹാമാരി സാധ്യതയുള്ള ഒരു രോഗമാണ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ വളരെ ചെറിയ ചെറിയ ക്ലസ്റ്ററുകൾ, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ രോഗം വരുന്നു എന്നുണ്ടെങ്കിൽ പോലും വൈറസിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണം ഒരുപക്ഷെ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ആളുകളിലേക്ക് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രോഗം പൊട്ടിപ്പുറപ്പെടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ചും ആരോഗ്യ സംവിധാനങ്ങൾ മുഴുവൻ അവിടെ കേന്ദ്രീകരിച്ച് രോഗം മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പകരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന അത്തരം പ്രവർത്തനങ്ങളെയാണ് നമ്മൾ അന്തർദേശീയമായിട്ട് ശ്ലാഘിക്കപ്പെടുന്നത്. അതിന് കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിൽ തന്നെ അതിനെ നിലനിർത്തുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ലോകത്ത് പുതിയ മഹാമാരികൾ ഉണ്ടാകാതെ ഇരിക്കുന്നത്. ഇപ്പൊ COVID-19 ഒരു സാഹചര്യം നമുക്കറിയാം. ചൈനയുടെ ഒരു പ്രദേശത്തുണ്ടായ ഒരു രോഗം മറ്റു പ്രദേശങ്ങളിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അതിന് പിടിയിലാകും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിപ്പയുടെ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഒരു പ്രാധാന്യം COVID-19 പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അപകടകാരിയായിട്ടുള്ള ഒരു രോഗം പുറത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ, നമുക്കറിയാം, ഡോക്ടർ തന്നെ ഇപ്പോൾ പറഞ്ഞു, നിപ്പ മറ്റ് രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. പനി, സാധാരണ പനിയല്ല വരുന്നത്. ആ പനി മരണത്തിലേക്കടക്കം കടക്കുന്നുണ്ട്. അതൊരു ഭീകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് പലർക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മറ്റ് പനികളിൽ നിന്ന് നമ്മുടെ ഈ വൈറസ് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്? അപ്പോൾ അത് ആദ്യ ഘട്ടത്തിൽ അപ്പം നമ്മളൊരു ശ്രദ്ധിക്കേണ്ടതായ ഒരു ഘട്ടം വരുമല്ലോ, സാധാരണ പനി അല്ലാതിരിക്കുമ്പോൾ. അപ്പോൾ അത് ആ ഒരു ഘട്ടം എങ്ങനെയാണ്? സത്യത്തിൽ ആദ്യം നിപ്പ വരുമ്പോൾ നമുക്ക് അത്രയും ഇങ്ങനെ ഇതിപ്പം പനി നിപ്പയാണോ മറ്റ് എന്തെങ്കിലും ആണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് നിപ്പയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതിന്റെ ഒരു ക്ലിനിക്കൽ കോഴ്സ് വളരെ ഡ്രാമാറ്റിക് ആണ്, വളരെ വേഗത്തിലാണ് നീങ്ങുന്നത്. ആദ്യത്തെ ദിവസം പനി, രണ്ടാമത്തെ ദിവസമൊക്കെ ഇപ്പൊ ചെറിയ തലവേദന, മൂന്നാമത്തെ ദിവസമായപ്പോൾ അമിതമായിട്ടുള്ള ശരീര ക്ഷീണവും നടക്കാനൊന്നും വയ്യ, അതിനോടൊപ്പം തന്നെ ചെറിയ ജന്നിയുടെയൊക്കെ ലക്ഷണങ്ങൾ, നാലാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഒരു ശ്വാസം മുട്ടലും ശക്തമായ, ആ സമയമാകുമ്പോഴേക്കും ആളുകൾ ആശുപത്രിയിൽ എത്തുകയും ഒരു 4-5 ദിവസം കൊണ്ട് രോഗി മരിച്ചു പോകുന്ന രീതിയിലേക്ക് രോഗം മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിപ്പയെ മറ്റു രോഗങ്ങളിൽ നിന്നും വേർതിരിച്ച് കണ്ട് ഇത് നിപ്പയാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ കണ്ട് നമുക്ക് നിപ്പയെ മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ ഇത് നിപ്പ രോഗിയാണ് അല്ലെങ്കിൽ നിപ്പയാണ് ഈ കേസ് എന്ന് നേരത്തെ കണ്ടറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യ നിപ്പ രോഗിയിൽ തന്നെ നിപ്പ കണ്ടെത്തുന്നു എന്നുള്ളത്
വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്. മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ സാധ്യമല്ലാത്ത ഒന്നാണ്. അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിപ്പ ഇല്ലാത്തത് കൊണ്ടല്ല, അത് കണ്ടെത്താനുള്ള ശേഷി അവിടുത്തെ ആരോഗ്യ സംവിധാനത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് ഈ രോഗം കേരളത്തിൽ മാത്രം കാണപ്പെടുന്നത് എന്നൊക്കെയുള്ള തിയറികളുണ്ട്. അത് കാരണം ഇതാണ്, ഈ രോഗം നിപ്പ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങളുള്ള പനിയുള്ളവരെ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിക്കുക. ആശുപത്രി കൊണ്ടുപോയാൽ തന്നെ ആദ്യം തന്നെ നിപ്പ ടെസ്റ്റ് ചെയ്യില്ല. കാരണം നിപ്പ വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ നിപ്പ അല്ലാതെ മറ്റു കാരണങ്ങളാൽ മറ്റെന്തൊക്കെ രോഗങ്ങൾ ഈ ലക്ഷണങ്ങൾ കാണിക്കാം എന്നുള്ളതിനെ മുൻനിർത്തി അതിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് സാധാരണഗതിയിൽ നമ്മൾ നിപ്പ സാധാരണഗതിയിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ നിപ്പ രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന ഒരാൾക്ക് ഈ ലക്ഷണങ്ങൾ, അതങ്ങനെയാണെങ്കിൽ ചെറിയ പനി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പൊ അത് ഈ ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം, ഒരു സാധാരണഗതിയിൽ നിപ്പ രോഗിയുമായി സംശയിക്കപ്പെടുന്ന ഒരാളിൽ നിപ്പ രോഗം കണ്ടെത്തുക വളരെ എളുപ്പമാണ്. രോഗലക്ഷണങ്ങൾ എന്ത് ലക്ഷണം പ്രകടിപ്പിച്ചാലും നമ്മൾ അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കും. പക്ഷേ ഈ സമൂഹത്തിൽ നിന്ന് ഒരാൾക്ക് പെട്ടെന്ന് നിപ്പ ഉണ്ടാകുമ്പോൾ അത് കണ്ടെത്തുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ്. അത് കേരളമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ കണ്ടെത്തുന്നു എന്ന് വേണം കരുതാൻ. ഡോക്ടർ, ഈ ഒരു നിപ്പ വൈറസ് അത് മറ്റൊരാളിലേക്ക് പകരുന്ന സാഹചര്യം അതെങ്ങനെയാണ്? ഏത് രീതിയിലാണത് മറ്റൊരാളിലേക്ക് ആ വൈറസ് എത്തുന്നത്? ഒരു നിപ്പ രോഗിയിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം പകരുകയോ പകരാതിരിക്കുകയോ ചെയ്യാം. അതാണ് നിപ്പയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ബംഗ്ലാദേശിലൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഒരു 70-80% സാഹചര്യങ്ങളിലും നിപ്പ മറ്റൊരാളിലേക്ക് പകരില്ല. ഈ നിപ്പ ആദ്യം വന്ന നിപ്പ രോഗി മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള, നമുക്ക് രക്ഷിച്ചെടുത്താൽ തന്നെ പലപ്പോഴും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളോടുകൂടി തന്നെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാറുള്ളൂ. ബംഗ്ലാദേശിലൊക്കെ ആണെങ്കിൽ മരിച്ചു പോവുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. നമ്മളിവിടെ ആന്റിവൈറൽ ചികിത്സകളൊക്കെ കൊടുത്തിട്ട് ആളുകളെ രക്ഷിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ അയാള് സംബന്ധിച്ചിടത്തോളം അയാള് രോഗം പകർത്താതിരിക്കാനാണ് സാധ്യത. കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ള നിപ്പ സാഹചര്യങ്ങളിൽ ഏതാണ്ട് ഇതുകൂടെ കൂട്ടി ഇപ്പൊ ഏതാണ്ട് 9 തവണയാണ് നിപ്പ വന്നിട്ടുള്ളത്. അതിൽ 2 തവണ മാത്രമേ മറ്റുള്ളവരിലേക്ക് രോഗം പകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ തവണയും നിപ്പ ഒരു രോഗിയിൽ വരികയും ആ രോഗി ആ രോഗത്തിന് കീഴടങ്ങുകയോ അല്ലെങ്കിൽ നമ്മൾ അയാളെ രക്ഷിച്ചെടുക്കുകയോ ചെയ്തു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 10-20% സാഹചര്യങ്ങളിൽ മാത്രമേ ഒരു രോഗി മറ്റൊരാളിലേക്ക് രോഗം കൊടുക്കുകയുള്ളൂ. പക്ഷെ എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരാൾക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് രോഗം കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ശ്വാസകോശ സ്രവങ്ങളിലൂടെ ആണ് രോഗം കൊടുക്കാനുള്ള സാധ്യത. ഒരാൾ ചുമയ്ക്കുകയും തുമ്മുകയൊക്കെ ചെയ്യുമ്പോൾ അയാളുടെ അടുത്തിരിക്കുന്ന ആളുകൾക്കാണ് രോഗം കിട്ടാനുള്ള സാധ്യത. അപ്പം 2 രീതിയിൽ നിപ്പ രോഗം കണ്ടുവരുന്നുണ്ട്. ഒന്ന് നമ്മൾ ഫാമിലി ക്ലസ്റ്റർ എന്ന് പറയും. അതായത് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് നിപ്പ വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബാംഗങ്ങളിൽ മറ്റുള്ള ആൾക്കാർക്ക് നിപ്പ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന് ഹോസ്പിറ്റൽ ക്ലസ്റ്ററിംഗ് എന്ന് പറയും. അതായത് നിപ്പ രോഗി ഗുരുതരാവസ്ഥയിൽ അയാളെ ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ ആശുപത്രിയിലുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നഴ്സുമാർക്കും ഒക്കെ ഈ രോഗം വരാനുള്ള സാധ്യതയാണ് ഹോസ്പിറ്റൽ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അതിൽ ഫാമിലി ക്ലസ്റ്റർ തടയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇയാൾ നിപ്പ രോഗിയാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ കുടുംബാംഗങ്ങളുമായി അടുത്തിടപഴകിയിട്ടുണ്ടാവും. കുടുംബാംഗങ്ങളുമായിട്ട് അടുത്തിടപഴകുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും മാസ്ക് വെച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നത് അത് അത്ര എളുപ്പമല്ല. ചെയ്യാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പനി ഉണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ മാസ്ക് വയ്ക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. 2018 നമ്മുടെ നിപ്പ രോഗിയെ വന്ന സമയത്ത് നിപ്പ രോഗിയുടെ അമ്മയ്ക്ക് മാത്രം നിപ്പ വന്നില്ല എന്നുള്ള സാഹചര്യം നമുക്കറിയാം. അവര് മാസ്ക് ഉപയോഗിച്ചിരുന്നില്ലെങ്കിലും പർദ്ദ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർക്ക് മാത്രം രോഗം കിട്ടാതെ പോയത് എന്നൊക്കെയുള്ള ചില തിയറികളുണ്ട്. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ഒരാൾക്ക് പനിയുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് മാസ്ക് വയ്ക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷെ അത്ര എളുപ്പമല്ല, പ്രാക്ടിക്കൽ അല്ല. അതേസമയം ആശുപത്രികളിൽ തീർച്ചയായിട്ടും നമ്മൾ മാസ്ക് വയ്ക്കണം. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ നിപ്പ രോഗിയുടെ ശ്വാസകോശ സ്രവത്തിൽ നിന്നും മറ്റുള്ളവർക്ക് രോഗം കിട്ടുന്നത് നിപ്പ രോഗിയുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക്, മറ്റു രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക്, നിപ്പ രോഗിയെ പരിചരിച്ച നഴ്സുമാർക്ക്, അവർക്കൊക്കെയാണ് രോഗം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു രോഗിയാണെങ്കിലും ആശുപത്രിയിൽ പോകുന്ന സമയത്തും ആ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും മാസ്ക് വെക്കുന്നതിലൂടെ ഈ രോഗത്തിന്റെ മൊത്തത്തിൽ നിപ്പ രോഗികളുടെ എണ്ണം ഏതാണ്ട് ഒരു 3-2 കണ്ട് കുറയ്ക്കാൻ കഴിയും. ഇപ്പോഴുള്ള എണ്ണത്തിൽ നിന്ന് 3-1 കുറയ്ക്കാൻ ആശുപത്രിയിൽ മാസ്ക് വെച്ചാൽ മാത്രം മതിയാകും എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പേയാടിൽ നിന്നും ചന്ദ്രനാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ ഡോക്ടർ ഒരു പൊതുവായിട്ടൊരു ചോദ്യമാണ് ഡോക്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് നിപ്പ രോഗം വന്നിട്ട് ആരോഗ്യ വകുപ്പിലെ ആളിനെയും കൊണ്ട് പോയൊരവസ്ഥയും പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ധാരാളം ചെയ്യേണ്ടതായിട്ട് ആരോഗ്യ വകുപ്പിന് വന്നിട്ടുണ്ട്. വീണ്ടും എന്താണെന്ന് വെച്ചാൽ ഇത് തലപൊക്കിക്കുകയാണ്. ഇത് ഒരു വൈറസ് രോഗമാണല്ലോ.
അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ പൊതുജനങ്ങൾ എന്ത് നടപടിക്രമങ്ങളാണ് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? അതൊരു പൊതുവായിട്ടുള്ള ചോദ്യം, എല്ലാവർക്കും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഡോക്ടർ. അതിന്റെ ഉത്തരം ഞാൻ ഏറെക്കുറെ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് നമ്മൾ മാസ്ക് വയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് അവിടെ മറ്റൊരു നിപ്പ രോഗിയെ കൊണ്ടുവരികയും ആ നിപ്പ രോഗിയിൽ നിന്ന് നമുക്ക് നിപ്പ കിട്ടുകയും ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അല്ലാതെ വവ്വാലിൽ നിന്ന് നമുക്ക് നിപ്പ കിട്ടാനുള്ള സാധ്യത ഒരാൾക്ക് ഒരു പ്രദേശത്ത് ഒരാൾക്ക് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യതയേക്കാൾ കൂടുതലൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ വവ്വാലിൽ നിന്ന് നിപ്പ കിട്ടിയതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അതേ സമയത്ത് തന്നെ ഇടിമിന്നലേറ്റ് മരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇടിമിന്നൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി നടക്കാറില്ല, നടക്കുന്നത് നമ്മൾ ഒഴിവാക്കാറില്ലല്ലോ. മഴക്കാലത്ത് ചിലപ്പോൾ അപൂർവമായിട്ട് ചില ആളുകൾക്ക് ഇടിമിന്നൽ ഏൽക്കുന്നത് പോലെ മാത്രമേ വവ്വാലിൽ നിന്ന് ഒരാൾക്ക് നിപ്പ ഉണ്ടാവുകയുള്ളൂ. അത് പൂർണ്ണമായിട്ട് തടയാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. നമുക്ക് അതിലേക്ക് വരാം. പക്ഷെ നിപ്പ തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, നിപ്പ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ആശുപത്രികളിലാണ്. ആശുപത്രിയിൽ എന്തൊക്കെ രോഗങ്ങളായിട്ടാണ് ആളുകൾ വരുന്നതെന്ന് നമുക്കറിയില്ല. ചില ആളുകൾ ചിലപ്പോൾ നിപ്പയായിട്ടായിരിക്കും വരിക, ചിലപ്പോൾ നിപ്പ പോലെ തന്നെ അപകടകരമായിട്ടുള്ള മറ്റൊരു രോഗവുമായിട്ടായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് നമ്മൾ മാസ്ക് വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നമ്മൾ പൊതുവെ ഈ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഒരു വൈറസാണ് നിപ്പ. അന്തരീക്ഷം എന്ന് പറയുമ്പോൾ വവ്വാലുകളിൽ ഈ നിപ്പയുണ്ട്. വവ്വാലുകൾ നമ്മുടെ നാട്ടിൽ എമ്പാടും ഉണ്ട്. അതുകൊണ്ട് തന്നെ വവ്വാലുകളെ അകറ്റി നിർത്തുക. ഒരു പ്രദേശത്ത് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് വേറൊരാളുടെ വീട്ടിന്റെ മുറ്റത്തേക്കൊക്കെ ഒരുപക്ഷെ അകറ്റി നിർത്താൻ പറ്റും. അല്ലാതെ ഈ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാനായിട്ട് കഴിയില്ല. ഇല്ലാതെയാക്കുന്നത് അതിനേക്കാളും വലിയ അപകടമാണ്. കാരണം വവ്വാലുകൾ ചെയ്യുന്ന സേവനങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള സേവനങ്ങൾ സത്യത്തിൽ നിപ്പ ഉണ്ടാകാനുള്ള സാധ്യതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ മികച്ചതാണ്. അപ്പൊ വവ്വാലുകൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ മനുഷ്യകുലം തന്നെ ഇല്ലാതെയായി പോകും എന്നുള്ള നിലയിലാണ് വവ്വാലുകളുടെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യം. അതുകൊണ്ട് ആ മൃഗങ്ങൾ അവിടെ നിൽക്കട്ടെ, പക്ഷെ അവരിൽ നിന്നും നമുക്ക് രോഗം വരാനുള്ള സാധ്യത ഇല്ലാതെയാക്കണം. അതിന് നേരത്തെ പറഞ്ഞതുപോലെ പഴങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. മറ്റു മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, കാരണം വവ്വാലിൽ നിന്ന് നേരിട്ടായിരിക്കില്ല നമുക്ക് രോഗം കിട്ടുന്നത്. വവ്വാലിൽ നിന്ന് നമ്മുടെ നാട്ടിലെ വീട്ടിലെ പൂച്ചയ്ക്കായിരിക്കും ചിലപ്പോൾ രോഗം കിട്ടുക. പൂച്ച വയ്യാതായി കിടക്കുന്നുണ്ടാവും, നമ്മൾ ഓടിച്ചെന്ന് പൂച്ച എടുക്കും. അപ്പൊ പൂച്ചയിൽ നിന്ന് നമുക്ക് രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലെ പൂച്ച വയ്യാതെ കിടക്കുമ്പോൾ പൂച്ച ചെന്ന് എടുക്കണ്ടെന്നല്ല പറയുന്നത്. എടുത്തു കഴിയുമ്പോൾ കൈയൊക്കെ നന്നായിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകണം. വയ്യാതെ കിടക്കുന്ന മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്ന സമയത്ത് മാസ്ക് ഉപയോഗിക്കുക. അപ്പൊ ഈ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിലെല്ലാം അതൊരു മൃഗത്തിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിലും വയ്യാതിരിക്കുന്ന ഒരാളുടെ അടുത്തിരിക്കുകയാണെങ്കിലും ഒരു മാസ്ക് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപകട സാധ്യതകളെ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഡോക്ടർ, നമുക്കറിയാം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിപ്പയാണെങ്കിലും ശരി, കൊറോണയാണെങ്കിലും ശരി, രണ്ടിനെയും അതിജീവിച്ച ഒരു ചരിത്രം കേരളത്തിനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സർക്കാരും ആരോഗ്യ വകുപ്പും എല്ലാം ചേർന്ന് കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മാതൃകാപരമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ സർക്കാരും എടുത്തിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അതെന്തൊക്കെയാണ്? ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ നിപ്പ രോഗം വളരെ സവിശേഷമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു പകർച്ചവ്യാധിയാണ്. സാധാരണ ഒരു പകർച്ചവ്യാധി പോലെയല്ല. കാരണം അത് ആഗോള വ്യാപകമായിട്ട് നമ്മൾ നിപ്പയിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ലോകം മുഴുവൻ വീക്ഷിക്കുന്നു. കാരണം ഇത് അവർക്കൂടെ ഭീഷണിയായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ തദ്ദേശീയമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമല്ല നിപ്പ. അപ്പൊ അതുകൊണ്ട് തന്നെ നിപ്പയിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും നിപ്പ ബാധ കഴിയുന്നത്ര കുറച്ച് ഒരാളിലെങ്കിൽ ഒരാളിലേക്ക് ചുരുക്കുക എന്നുള്ളത് വളരെ അത്യന്തം പ്രാധാന്യമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇപ്പൊ ലോകാരോഗ്യ സംഘടന തന്നെ അടുത്ത ഒരു വലിയ മഹാമാരിയാകാൻ സാധ്യത കൽപ്പിക്കുന്ന 10 രോഗങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് നിപ്പയാണ്. നമ്മുടെ നാട്ടിൽ ആകപ്പാടെ നിപ്പയേ ഉള്ളൂ. ബാക്കി 9 രോഗങ്ങളും നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് പ്രത്യേകിച്ച് മനുഷ്യരിൽ കാണപ്പെടുന്ന രോഗങ്ങളല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നിപ്പയെ ആരോഗ്യവകുപ്പ് വളരെ കൃത്യമായിട്ട് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിന് സവിശേഷമായിട്ടുള്ള രീതിയിലാണ് നിപ്പ പ്രതിരോധം. ഇപ്പൊ ഒരു ഹെൽത്ത് ഡിസീസാണ്. കാരണം നിപ്പ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വവ്വാല്, ഫോറസ്റ്റ്, അതോടൊപ്പം തന്നെ വവ്വാലിൽ നിന്ന് മനുഷ്യരിലേക്ക് വരാൻ സാധ്യതയുള്ള മറ്റു മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് കന്നുകാലികൾ വരാം, പട്ടി, പൂച്ച, പന്നി തുടങ്ങി ഒട്ടേറെ മൃഗങ്ങൾ വരാം. അപ്പൊ ആ മൃഗങ്ങളുടെ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നിപ്പ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ പ്രദേശത്തൊരു ചെറിയ ഒരു നിയന്ത്രണം വരും. സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്കൂള്, വിദ്യാഭ്യാസം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ രോഗവ്യാപനം കുറയ്ക്കാനായിട്ട് കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ ഏതൊക്കെ രോഗികളാണ് ഇതുമായിട്ട് സമ്പർക്കത്തിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 80% രോഗികളും നിപ്പ രോഗി മറ്റൊരാൾക്ക് രോഗം കൊടുക്കില്ല. അത്രയും സന്തോഷം, അത്രയും ആശ്വാസം. പക്ഷെ നമുക്കറിയില്ല ആരൊക്കെയാണ് മറ്റുള്ളവർക്ക് രോഗം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഒരു രോഗിയാകാൻ സാധ്യതയുള്ള ആളുകളെ മുഴുവൻ തേടിപ്പിടിച്ച് നമ്മുടെ കരുതലിൽ വെച്ചാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനടി നമുക്ക് അവർക്ക് ചികിത്സ കൊടുത്ത് അവരെ രക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് രോഗം വരാൻ സാധ്യതയുള്ള ആളുകളുടെ പൂർണ്ണമായ പട്ടികപ്പെടുത്തി അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന് ഓരോ ചെറിയ രോഗലക്ഷണം വരുമ്പോഴും നിപ്പ ടെസ്റ്റ് ചെയ്ത് ആ രീതിയിലാണ് നമ്മുടെ സംവിധാനം പ്രവർത്തിക്കുന്നത്. അപ്പം ആരോഗ്യ വകുപ്പിന്റെ മാത്രമല്ല, കേരള സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഈ നിപ്പ വരുന്ന സമയത്ത് ഏകോപിപ്പിച്ചാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടനയും ലോകം തന്നെയും കേരളത്തിന്റെ നിപ്പ പ്രതിരോധത്തിന് ഒരു മാതൃകയാണ് എന്ന് പറയുകയും നിപ്പ മാത്രമല്ല എബോള പോലെയുള്ള മറ്റ് പകർച്ചവ്യാധികൾ വരുന്ന സമയത്തും ഈ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ലോകം തന്നെ പറയുകയും ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. തിരികെ വരാൻ ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശാസ്ത്രമംഗലത്തിൽ നിന്നും ഭരതനാണ്. ഭരതൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. കോൾ കട്ടായിട്ടാണല്ലോ ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ പലതരം വാർത്തകൾ നമ്മുടെ മറ്റു മാധ്യമങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഈ ഒരു നിപ്പ വൈറസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനങ്ങളെ കൂടുതൽ ഭയപ്പെടുത്താൻ വേണ്ടി പഴങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഈ വവ്വാലുകളെ കാണുമ്പോൾ ശ്രദ്ധിക്കണം, അത്തരം ഭീതിജനകമായ ഒരു അന്തരീക്ഷം പലരും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഡോക്ടർ പറയാനുള്ളത്? ഈ ഭീതി പലപ്പോഴും അപകടം ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇപ്പൊ തന്നെ പാലക്കാട് ഇപ്പോൾ നിപ്പ രോഗി വന്നിരിക്കുന്ന ആ പ്രദേശത്ത് വവ്വാലുകളുടെ വളരെ വർദ്ധിച്ച സാന്നിധ്യം ഏതാണ്ട് ഒരു 10 വർഷമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ആ വവ്വാലുകളെ അവിടെ നിന്ന് അകറ്റിക്കളയുന്നതിന്റെ ഭാഗമായിട്ട് അവര് നിപ്പ ഭീതി വന്നതിന് ശേഷം ആ വവ്വാലുകളെ അവിടെ നിന്ന് അകറ്റിക്കളയുന്നതിന് വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊരു ശ്രമം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ ചില മരങ്ങൾ, വവ്വാലുകൾ ചേക്കേറിയിരുന്ന അല്ലെങ്കിൽ റൂസ്റ്റ് എന്നാണ് നമ്മൾ പറയുക, റൂസ്റ്റ് ചെയ്തിരുന്ന ചില മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതാണ് ആദ്യം ചെയ്തത്. ആ മരങ്ങൾ വെട്ടി നശിപ്പിച്ചപ്പോൾ ആ മരങ്ങളിൽ നിന്നും തൊട്ടടുത്തുള്ള മറ്റു മരങ്ങളിലേക്ക് വവ്വാലുകൾ മാറി. പക്ഷെ വവ്വാലുകൾ അവിടെ വിട്ടു പോകാൻ തയ്യാറായില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവയെ ഈ പടക്കം പൊട്ടിച്ച് അവയെ ഓടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പടക്കം പൊട്ടിച്ച് അവയെ ഓടിക്കുമ്പോൾ ഈ വവ്വാലുകൾ വളരെ സ്ട്രെസ്ഡ് ആവും. അതിന് കാരണം വവ്വാലുകളുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക്, അവരെങ്ങനെ ജീവിക്കുന്നതെന്ന് വെച്ചാൽ അവർ രാത്രി കാലങ്ങളിൽ വളരെ ആക്റ്റീവാണ്. രാത്രി കാലങ്ങളിൽ വളരെ ദൂരം പറക്കും, കിലോമീറ്ററുകളോളം പറക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ മുഴുവൻ കഴിക്കുകയും രാവിലെ ആവുന്നതോടുകൂടി തിരിച്ച് മരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ അവർ പറന്നതിന്റെ ക്ഷീണം മുഴുവൻ പകൽ സമയത്ത് റെസ്റ്റ് എടുത്ത് തീർക്കുക ചെയ്യുന്നത്. അപ്പൊ പൂർണ്ണമായും പകൽ സമയം റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് വവ്വാലുകളുടെ ജീവിത രീതി. പക്ഷെ നമ്മൾ അതിനിടയിൽ പകൽ സമയം ഒരുപാട് പടക്കം പൊട്ടിക്കുകയും അവയെ അവിടുന്ന് ഓടിച്ചു വിടാൻ ശ്രമിക്കുകയും അല്ല തിരിച്ചു വരുമ്പോൾ അവർക്ക് തൂങ്ങിക്കിടക്കാൻ മരങ്ങൾ തന്നെ ഇല്ലാതാവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ ഈ വൈറസ് പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് നിപ്പ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്ന് വാദിക്കാമെങ്കിൽ പോലും ആ പ്രദേശത്ത് അൺയൂഷ്വൽ ആയിട്ടുള്ള മരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതിരുന്ന വവ്വാലുകൾ ഈ വവ്വാലുകളെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായത് എന്ന് കാണാനായിട്ട് കഴിയും. അത് ഇവിടെ മാത്രമല്ല, ലോകവ്യാപകമായിട്ട് തന്നെ ബംഗ്ലാദേശിലൊക്കെ ഈ വവ്വാലുകളെ ശല്യപ്പെടുത്തുകയും അതിന്റെ റൂസ്റ്റുകൾ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ അതിന്റെ ആന്തരിക അവയവങ്ങളിലും മറ്റുമുള്ള വൈറസുകൾ കുറച്ചുകൂടെ കൂടുതൽ അതിന്റെ സെക്രീഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ മലത്തിലൂടെയാകാം, അതിന്റെ ഉമിനീരിലൂടെയൊക്കെ ആകാം, അത് പുറത്തു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ മൃഗങ്ങളെ പേടിപ്പിച്ച് മൃഗങ്ങളെ ശത്രുസ്ഥാനത്ത് നിർത്തുന്നത് തീർച്ചയായിട്ടും അപകട സാധ്യത വർദ്ധിപ്പിക്കും. പഴങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ പഴങ്ങൾ ആളുകൾ കഴിക്കാതിരുന്നുണ്ടെങ്കിൽ പഴങ്ങൾ ഒരു പ്രൊട്ടക്റ്റീവ് ഫുഡാണ്. പഴങ്ങൾ കഴിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഹൃദ്രോഗ സാധ്യതയൊക്കെ വളരെയധികം കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിപ്പയെ പേടിച്ച് പഴങ്ങൾ കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അബദ്ധമാണ്. പക്ഷെ പഴങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു ജീവി കടിച്ച പഴം കഴിക്കാതിരിക്കുക, വീണ് കിടക്കുന്ന പഴങ്ങളൊക്കെയാണെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം കഴിക്കുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ പഴങ്ങൾ കഴിക്കുക എന്നുള്ളത് സമയം പരിമിതി മൂലം ഇടപെടുകയാണ്. നിപ്പ വൈറസിനെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെയാണ് ഹലോ ഡോക്ടർ ഇത്രയും സമയം ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഇത്രയും സമയം ഉണ്ടായിരുന്നത് കേരള 1 ഹെൽത്ത് സെൻറ്റർ ഫോർ നിപ്പയുടെ നോഡൽ ഓഫീസർ ഡോക്ടർ TS അനീഷാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുക.